പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 17 ആമേൻ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയില്ലേ. കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത വലുതാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറയുന്നു, കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറയുന്നു, കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറയുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. 30-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹോവയുടെ വിശുദ്ധന്മാരെ കർത്താവിന് സ്തുതി പാടുവിൻ, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. കർത്താവിൻ്റെ 11-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് കർത്താവ് അഴിച്ചു, എനിക്ക് സന്തോഷം ഒടുപ്പിച്ചിരിക്കുന്നു. എന്തിനാ 12-ാം വാക്യം പറയുന്നത്, ഞാൻ മൗനമായിരിക്കാതെ കർത്താവിന് സ്തുതി പാടേണ്ടത് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കരങ്ങൾ ഉയർത്തി പറ, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവ് വിശ്വസ്തനാകുന്നു, കർത്താവ് മാറാത്തവനാകുന്നു, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവ് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കും. ഇന്നത്തെ പകൽക്കാലം ഇതുവരെ അനുഭവിക്കാത്തതുപോലെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകട്ടെ. ഏഞ്ചലിക് മിനിസ്ട്രി ഇന്ന് പകൽക്കാലം ഇന്നത്തെ ദിവസം തൻ്റെ കുഞ്ഞുങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഏഞ്ചലിക് മിനിസ്ട്രി എക്സ്പീരിയൻസ് ചെയ്യട്ടെ. സ്പെഷ്യൽ ഫേവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. കർത്താവിൻ്റെ അസാധാരണ സമാധാനം തൻ്റെ കുഞ്ഞുങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. പൂർണ്ണമായിട്ട് ആരോഗ്യമുള്ള ശരീരമുണ്ടാകട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ രക്തം കൊണ്ട് മുദ്ര വെക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കർത്താവെ ഉദരത്തിനകത്തുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് പാൻക്രിയാസിനോടുള്ള ബന്ധത്തിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. പാൻക്രിയാസ് ഐറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് പാൻക്രിയാസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പാൻക്രിയാസിൻ്റെ പ്രവർത്തനം നോർമലാകട്ടെ. ഫാറ്റി ലിവർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഹല്ലേലൂയ. എല്ലാ അൾസറുകളും, കുടലിനകത്തുള്ള ഇൻറ്റസ്റ്റൈൻസിനകത്തുള്ള എല്ലാ അൾസറുകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ വിടുതൽ കൊടുക്കണം. വാരിക്കോസ് വെയിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഇന്ന് 10ൻ്റെ ബോർഡ് എക്സാം ആരംഭിക്കുന്നു. CBSE ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്സ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവിക ജ്ഞാനമുണ്ടാകണമേ, ദൈവിക ബുദ്ധി ഉണ്ടാകണമേ. കർത്താവെ, എക്സാം ഹാളിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഏഞ്ചലിക് ഹെൽപ്പും അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. സമാധാനത്തോടെ സ്വസ്ഥതയോടെ എക്സാം എഴുതുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളവരെ അനുഗ്രഹിച്ചയക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. അതുപോലെ ലോകത്തെമ്പാടും അങ്ങയുടെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി ഇന്നത്തെ പകൽക്കാലം ലോകമെമ്പാടും മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഇടവരട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, ഉപയോഗിക്കണം. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവരണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം കർത്താവെ. അതുപോലെ നാളത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കണം. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ മീറ്റിംഗ് അനുഗ്രഹമാക്കിയ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കർത്താവിന് വെച്ച നാളെ രാത്രി വീണ്ടും ഇന്ത്യൻ സമയം 9:30 നമുക്ക് മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്നുമാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ആമേൻ 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 ദൈവാലയത്തിൽ ഒരു പുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് ആമേൻ നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ
അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. ഈ നമുക്കറിയാം, ഈ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് വേണ്ടിയായിരുന്നു. അവിടെ നിന്ന് പഴയ നിയമ സിസ്റ്റപ്രകാരം ജീവിച്ചു കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലെ അവിടുത്തെ വിശ്വാസികൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി എഴുതിയതാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് യേശു അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. മോശയേക്കാൾ വലിയവനാണെന്ന് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവെയാണ് ഏറ്റവും ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. 9 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിൻ്റെ സാക്രിഫൈസ് അല്ലെങ്കിൽ കർത്താവിൻ്റെ യാഗം എന്നേക്കുമായിട്ടുള്ള ഒരേ ഒരു യാഗമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമുക്കറിയാം, പഴയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത് അന്നത്തെ ആലയത്തിന് വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ ആ പാപപരിഹാര ദിനം മാത്രമാണ് മഹാപുരോഹിതൻ കയറിക്കൊണ്ടിരുന്നത്. ഇത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന വലിയൊരു കർട്ടൻ ഉണ്ടായിരുന്നു. അപ്പം എന്താ സംഭവിച്ചത്? മോശ കൂടാരം ചമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മോശ ആലയം പണിയുമ്പോൾ അകത്തേക്കുള്ള പ്രവേശനം റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അതായത് അകത്ത് പ്രവേശിക്കുവാൻ നമുക്ക് പ്രവേശനാനുമതിയില്ല. ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതിയില്ല. അത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വലിയ തിരശീല കാണിക്കുന്നത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന പാപത്തെയായിരുന്നു കാണിക്കുന്നത്. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ 27-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 51-ാം വാക്യം വന്നപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ആ തിരശീല, ദേവാലയത്തിൻ്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയി. താഴേന്ന് മുകളിലോട്ട് കീറുകയായിരുന്നെങ്കിൽ മനുഷ്യരാരെങ്കിലും കീറി എന്ന് പറയാമായിരുന്നു. ഇത് മുകളിൽ നിന്ന് താഴോട്ടാണ് കീറിപ്പോകുന്നത്. ഈ വെയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ തിരശീല എന്ന് പറയുന്നത് ചെറിയ നമ്മുടെ വീടിൻ്റെ നമ്മുടെ വിൻഡോയുടെ കർട്ടൻ മാതിരിയല്ല, നല്ല ഭയങ്കര തിക്നെസ്സുള്ള കർട്ടനായിരുന്നു. അപ്പോൾ അത് മുകളിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? അത് കർത്താവ് തന്നെ റിമൂവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കർത്താവ് തന്നെ നമുക്ക് ദൈവവുമായിട്ട് അടുക്കുന്നതിനുള്ള ആ തടസ്സത്തെ അങ്ങ് മാറ്റി തന്നു. യേശു എന്തായി മാറി? യേശു നമ്മുടെ യാഗമായി മാറി. യേശു നമ്മുടെ ഹൈ പ്രീസ്റ്റ്, ശ്രേഷ്ഠ മഹാപുരോഹിതനായി മാറി. യേശു നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് അടുക്കുവാനുള്ള വഴിയായി മാറി. അതുകൊണ്ട് ഏതൊരു പുതിയ നിയമവിശ്വാസിക്കും ധൈര്യത്തോടെ ദൈവ സാന്നിധ്യത്തെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ദൈവ സാന്നിധ്യത്തിലേക്ക് വരുന്നത് ഭയത്തോടു കൂടെയല്ല, പേടിച്ചല്ല, അയ്യോ എന്തായാലും സംഭവിക്കില്ല. നമ്മൾ യേശുവിൻ്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ, വിശ്വാസത്താൽ കോൺഫിഡൻസിലാണ് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി വരുവാനുള്ള പ്രവേശന അനുമതി ലഭിച്ചു. ധൈര്യത്തോടെ കയറാം. കാരണം കർത്താവ് എനിക്ക് വേണ്ടി യാഗമായതുകൊണ്ട്, എനിക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ അകത്തിരിക്കുന്നത് കൊണ്ട്, സാക്രിഫൈസായി ജീവിക്കുന്ന യാഗമായി യേശു എനിക്ക് അകത്തുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കയറാം. ഒരു വേലക്കാരൻ വന്ന് യജമാനൻ്റെ റൂമിലേക്ക് കയറാൻ വാതുക്കെ വന്ന് ഇങ്ങനെ കൊട്ടിക്കൊണ്ട് നിൽക്കും. മേ ഐ കം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ അകത്തോട്ട് വരട്ടോ എന്ന് ചോദിക്കും. എന്നാൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ പുത്രൻ വന്ന് ആ ഡോറ് തുറന്ന് അകത്ത് കയറുന്നത് പോലെ നമുക്ക് അങ്ങനൊരു വലിയ വാതിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ തുറക്കപ്പെട്ടു. 2, ഒരു പുതുവഴി, ഓൾഡ് വേ, അതായത് ഓൾഡ് സാക്രിഫൈസ് വഴിയല്ല വരുന്നത്. നമുക്ക് പുതുവഴി, ലീവിങ് സേവിയറായ യേശു മുഖാന്തരം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ പ്രവേശനാനുമതി ലഭിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ ആക്സസ് ഉപയോഗിക്കാൻ കഴിയും. എല്ലാ ദിവസവും പ്രഭാതത്തിൽ പറഞ്ഞു, ഞാൻ ദൈവ സാന്നിധ്യത്തിലാണ് നിൽക്കുന്നത്. ഞാൻ കുറ്റബോധത്തിലല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനായതുകൊണ്ട് ഞാൻ മകനാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്, സംസാരിക്കുന്നതിന്, ആരാധിക്കുന്നതിന് ആ ഒരു പേടി അങ്ങ് മാറി. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അവർക്ക് ഭയമായിരുന്നു. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് അകത്തോട്ടുള്ള പ്രവേശനം ലഭിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ആ പാപമോചനം നമുക്ക് ലഭിക്കുകയാണ് ചെയ്തു. അതുകൊണ്ട് ആ തിരശ്ശീല കീറിപ്പോയത് കൊണ്ട് ഇന്ന് ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധി ചെല്ലാം, ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാം, എപ്പോഴും പ്രവേശിക്കാം. പണ്ടാണ്ടിൽ ഒരിക്കൽ മാത്രം പുരോഹിതൻ പ്രവേശിക്കുമ്പോൾ ഇന്ന് എപ്പോഴും നമുക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പുറത്തു നിൽക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചു, ധൈര്യത്തോടെ കൃപയ്ക്കായി ഓടിച്ചെല്ലുവാൻ, അപ്പൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ പ്രവേശനം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് നമ്മൾ എവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്? അടുത്തിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ദൂരെ നിന്ന് പേടിച്ചല്ല പ്രാർത്ഥിക്കുന്നത്.
പ്രാർത്ഥിക്കുന്നു. അപ്പാ എന്ന് വിളിച്ചൊരു കുഞ്ഞോടി ചെല്ലുന്നത് പോലെ ഇന്ന് നമുക്ക് ധൈര്യത്തോടെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുവാൻ നമുക്ക് ആമേൻ 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 ഒരു കുഞ്ഞ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിപ്പാൻ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുക. അതുകൊണ്ട് ധൈര്യത്തോടെ അത് ആക്സസ് ഉപയോഗിക്കുക. ആമേൻ. ഏതെങ്കിലും പ്രവേശനം നമുക്ക് ആക്സസ് ലഭിച്ചിട്ട് അത് ഉപയോഗിക്കാതെ പോയാൽ അത് വേസ്റ്റായി പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ ആ പ്രവേശനം നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ദൈവസാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനം ഉപയോഗിച്ച് അനുദിനം ദൈവസാന്നിധ്യം അനുഭവിച്ച് ജയകരമായി ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയും കണ്ണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.